പൈസ എടുക്കാൻ മറന്നുപോയി. ഇവിടെ വേണ്ടത് 2500 ഇറാഖി. وحق الحسين يا كارد لا اصور هاي كارد انا اكلم ماي فريند فرنسي سيد صديق the problem card okay 25,000 iraqi okay حتى الورقه سمعت Emirates UAE card UAE دبي card دبي हाँ അബുദാബി يس ابو ظبي കാർഡ് കൊടുത്തിട്ടുണ്ട് ഇതാവോന്നറിയില്ല مصرف تجاري شوفها سهله ആ ഓക്കെ يس ഓക്കെ എത്ര പൈസ പോയെന്ന് കുത്തിയിരുന്ന് നോക്കണം ഇപ്പം. ഇതാണ് ഉറിലേക്കുള്ള കാർഡ്. ഓക്കെ الله بروقات سعيد عليه ശുക്രൻ هلا ഗുഡ് തമാം كل نفر تمام يس كلكم زين نو نو زين. نو سيدي no my hand لا بس على الميل يس هاي finish then how to go ru ur straight يس okay so زكورة مليتوه zakura اور straight سيدا اي سيدي സീതാ I know സീതാ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അറബി കുറച്ച് അറിയുള്ളൂ. സീതാ ഗൈഡ് ഇതാണ് ഉറ് ഖലീൽ ഇബ്രാഹിം നബിന്റെ നാട്. മൂപ്പര് ജനിച്ചതും മൂപ്പര് വീടും എല്ലാം ഉള്ള സ്ഥലമാണ് ഉറ്. ഇത് ഇറാഖിലെ നസ്രിയയിലാണ്. ഏതോ ഒരു VIP വന്നിട്ട് ഫുള്ളും ക്ലോസ് ആണ്. ഇറാഖിലെ പ്രസിഡന്റ് ഇവിടെ ഉറ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് അവർ പോയി, നമുക്ക് കാണാൻ പറ്റിയില്ല. അവർ കുറേ വണ്ടിയിൽ വന്ന് വണ്ടിയുടെ പാർക്ക് ചെയ്ത് ഇവിടുന്ന് കുറച്ച് നല്ലോണം ഉള്ളോട്ട് നടക്കാനുണ്ട്. അപ്പോൾ എന്നോട് മൂപ്പര് ഇറാഖിയാണ്. മൂപ്പര് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടാക്കി തരാമെന്ന്. ശരിക്കും യാത്രയിൽ ഇറാഖിൽ വന്നേരം നമ്മൾ സഹായിക്കാൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഭാഗ്യം അത്. ഓക്കെ നമ്മൾ പോകാൻ പോകുന്നത് ഇബ്രാഹിം നബി തങ്ങളെ വീട്ടിലേക്കാണ്. അപ്പൊ അതിന്റെ താക്കോൽ ഇവരെ കയ്യിലുള്ളത്. അപ്പൊ നമുക്കത് പൊതുവെ ആൾക്കാർ അങ്ങ് കയറ്റൂല. പക്ഷെ മൂപ്പര് ഞാനിങ്ങനെ ടൂറിസ്റ്റ് ആയതുകൊണ്ട് എന്റെ വണ്ടിയെല്ലാം കണ്ടുകൊണ്ട് കാണിച്ചു തരാന്ന് പറഞ്ഞു. ഇവിടെ കണ്ടോ, ഇവിടെ ഇറാഖിന്റെ പ്രസിഡന്റോ മിനിസ്റ്ററോ ആരോ വന്നിന്. അതുകൊണ്ട് ഫുള്ള് വണ്ടികളുണ്ട്. എത്രയാ വണ്ടികൾ, വലിയ VIP ഉണ്ട് ഇവിടെ വന്ന്. വണ്ടി 1 2 3 4 5 6 ലാൻഡ് ക്രൂസർ 7 8 9 10 10ഓളം വണ്ടികൾ. many ഓഹോ മക്കാം ഇബ്രാഹിം, ഹൗസ് ഓഫ് ഇബ്രാഹിം. ഓക്കെ, ഇവരെല്ലാം വീട് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓ ഇനി തീർന്നിക്കില്ല, അങ്ങനെ 500 വണ്ടികൾ വരുന്നുണ്ട്. بئر No. بئر Yes. ماء No. This is a ring. ring Yes. طبعا لحد الآن ഇതാണ് ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വീട്. ഇപ്പം ഒരുപാട് കൊല്ലങ്ങൾ മുമ്പ് ഉള്ളത് കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മേൽക്കൂര ഫുള്ള് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റൂ. എല്ലാത്തിൻ്റെയും മേൽക്കൂര തകർന്നു പോയിട്ടുണ്ട്. ഇത് മാത്രമേ ഇപ്പോൾ ഇവിടെ കാണാനുള്ളൂ. എന്നാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് അത്രയും കാലം മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയെടുത്ത ഈ വീട്, ഈ കല്ല് എല്ലാം ഇപ്പോഴും ഈ ചുമര് പോലും ഇങ്ങനെയുണ്ട്. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. BC 2000 ആണ്ടിൽ ഇറാഖിലെ അൽ നാസിറിയ പ്രവിശ്യയിലാണ്
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജനനം. ഉർ എന്നായിരുന്നു ആ പട്ടണത്തിൻ്റെ പേര്. ഖലീൽ ഇബ്രാഹിം എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന നബിയാണ് ഇബ്രാഹിം നബി. അതായത് ഖലീൽ എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നാണ് അതിനർത്ഥം വരുന്നത്. അന്നത്തെ BC 2000 ആണ്ടിലെ ഏറ്റവും ധനികരായിട്ടുള്ള കുടുംബമായിരുന്നു ഇബ്രാഹിം നബിയുടെ കുടുംബം. ഉർ എന്ന പട്ടണത്തിലുണ്ടായിരുന്നത് സൊമേറിയൻ ഗോത്രക്കാരായിരുന്നു. ആ ഗോത്രത്തിലാണ് ഇബ്രാഹിം നബിയുടെ ബാല്യകാലം ചെലവഴിച്ചത്. അത് ഈ സ്ഥലത്തു കൂടിയാണ്. അപ്പോൾ ഇബ്രാഹിം നബിൻ്റെ കഥകൾ, ചരിത്രം എല്ലാവർക്കും ഖുറാനിലൂടെ അറിയാം. ബിംബത്തെ ആരാധിച്ചതാണ് ഇവിടുത്തെ ആളുകൾ. അപ്പോൾ ബിംബത്തിനല്ല ആരാധിക്കേണ്ടത്, അള്ളാഹുവിനാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിമിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. ഓക്കെ, സലാഹിയ. മുസ്ലിം, മസീഹ്, ഓക്കെ. ഇത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാരും കൂടിയിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലം എന്നാണ് മൂപ്പര് പറഞ്ഞത്. അതായത് മുസ്ലിങ്ങളും മിഷിയും ക്രിസ്ത്യാനികളും എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്ന ഒരിടമാണ് ഈ കാണുന്നത്. BC 2000 ആണ്ടിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു കെട്ടിടം കാലഹരണപ്പെട്ട സമയത്ത് ഇറാഖി ഗവൺമെൻറ് ഇതിനെ ഏറ്റെടുക്കുകയും ചെറിയ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അടിത്തറ മാത്രമായിരുന്നു ആ സമയത്ത് കണ്ടെടുത്തത്. അപ്പോൾ ഇവിടെ ലഭ്യമാകുന്ന കുറച്ച് കല്ല് വെച്ചിട്ടാണ് ഇതിനെ ആ ഒരു രീതിയിൽ എന്തായിരുന്നു അന്നുണ്ടായിരുന്ന എന്താ പറയുക ഈ ബിൽഡിങ്ങെല്ലാം അതുപോലെ തന്നെ കല്ല് വെച്ചിട്ട് ആളുകൾക്ക് വന്ന് അറിയാൻ വേണ്ടി ഈ ഒരു രൂപമാറ്റം വരുത്തിയിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്ന അവസ്ഥയിലാക്കിയിട്ടുള്ളത്. BC 2100 ഒരു അമ്പലം നമ്മുടെ മുമ്പിലുള്ളത്. അതായത് ഇബ്രാഹിം നബിക്ക് ശേഷമുള്ള ആളുകൾ ആരാധിച്ചിരുന്ന ഒരു അമ്പലം. ഇവിടെയാണ് ഇവർ മൂൺ ഗോഡ്, അതായത് ചന്ദ്രനാണ് ഇവർ ദൈവമായിട്ട് കണ്ടത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ പേരാണ് സീൻ. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഈ കാണുന്ന അമ്പലം ഏകദേശം 2100 BC നിർമ്മിച്ചതാണ്. ഇത് ശരിക്കും ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഖുറാനിക ചരിത്രത്തിൽ നമ്മൾ കണ്ട എല്ലാ സംഭവങ്ങളും ഈ പറയുന്ന ലോകത്തിൻ്റെ ഈ 194 രാജ്യങ്ങളുണ്ട് ഈ ലോകത്ത്. ആ രാജ്യത്ത് നിങ്ങൾ എവിടെ ചെന്ന് നോക്കിയാലും ഖുറാനിൻ്റെ എല്ലാ തരത്തിലുള്ള, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇറാഖിൽ ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ വീട് നമ്മളിപ്പോൾ പോയി കണ്ട്, അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ കാണുന്ന അമ്പലം ഉള്ളത്. പണ്ടുള്ള ആളുകൾ ഫുള്ളും ആരാധിച്ചത് ഈ ബിംബങ്ങളെ. നമ്മൾ അല്ലുലെ പോയാലും അവിടെ ലാത്ത, ഉസ, മനാത്ത അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. വേറൊരു സംഭവം അല്ലുലെ കണ്ടിട്ടുണ്ടായിരുന്നു, സാലിഹ് നബിൻ്റെ ആൾക്കാർ. ഇത് ഇബ്രാഹിം നബിൻ്റെ കാലത്തുണ്ടായ കാലത്തിന് മുന്നേ ഉണ്ടായ വലിയൊരു അമ്പലമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 200 കൊല്ലം മുന്നേ ഇതിൻ്റെ ഏറ്റവും ഒറിജിനൽ കാണുന്ന പോർഷൻ ആ കാണുന്നതാണ്. അതിനുശേഷം ഇത് പൊട്ടി തകർന്നപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് പുതുക്കി പണിതാണ് ഈ കാണുന്ന ഈ ഒരു കല്ലുകൾ. അപ്പോൾ സിഗുറത്തിന് കുറേ എന്താ പറയണ്ടേ, ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇബ്രാഹിം നബിയുടെ കാലത്തുണ്ടായ സൊമേറിയൻ ഗോത്രക്കാരെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്നത് ചാന്ദ്രദേവനായ സീനായിരുന്നു. അപ്പം നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു അമ്പലം സിക്കുറത്ത് എന്ന് ഇതിന് പറയാം. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് അവർ ചാന്ദ്രദേവൻ്റെ ബിംബം കൊണ്ടുവച്ചിട്ടുള്ളത്. സൊമേറിയൻ രാജാവായിരുന്ന ഉർ നമുവാണ് ഈ അമ്പലം പണികഴിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സ്ഥലം ഉർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചാന്ദ്രദേവനായതുകൊണ്ട് തന്നെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കൂറ്റൻ ഉയരത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി.
ആകാശം മുട്ടെയുള്ള ഉയരങ്ങളിൽ അവർ അമ്പലങ്ങൾ നിർമ്മിച്ചു, ബിംബങ്ങളെ ആരാധിച്ചു. കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അതിന് മുകളിലത്തെ ഗോപുരം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. 100-ലേറെ പടികൾ കയറി വേണം ഈ കാണുന്ന അമ്പലത്തിന് മുകളിലേക്ക് എത്താൻ. ആ കാലത്തുണ്ടായ ഒരു അമ്പലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ യുനെസ്കോ അത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ആർക്കും അകത്ത് പോകാൻ പറ്റില്ല. ഉർനമൂവിൻ്റെ കൊട്ടാരവും അനേകം അമ്പലങ്ങളും ഈ വലിയ പട്ടണത്തിനകത്തുണ്ട്. ഈൻ ഉൻ മാഹ്, ദുഖ്ലാൽ മാഹ്, സിക്കുറത്ത് അങ്ങനെ തുടങ്ങിയ പട്ടണങ്ങളും ഇബ്രാഹിം നബിയുടെ കൂട്ടക്കാരുടേതാണ്. ഈ കാണുന്നതാണ് ദുഖ്ലാൽ മാഹ് ടെമ്പിൾ. ഇതിനടുത്തായി സൊമൈറിൻ രാജാവായ ഉർനമൂവിൻ്റെ കോട്ടയും കാണാം. ഇവിടെ ഒരു മോഡൽ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഹൗസ് ഓഫ് ഇബ്രാഹിം നബിൻ്റെ വീടിൻ്റെ ഒരു മോഡല്. ഇതിപ്പോൾ നമ്മൾ പോയി കണ്ട ആ ഒരു ടൗണില്ലേ അത്, ഇത് പിന്നെ ഇപ്പം കണ്ട ആ ഒരു ടെമ്പിൾ, ഇതാണ് ആ ഒരു വലിയ ടെമ്പിൾ. ഓക്കെ ഓക്കെ. മൂപ്പര് പോയിട്ട് അത് എടുത്തു മാറ്റണം. ഇവിടെ ഇങ്ങോട്ടേക്ക് മക്കാം ഇബ്രാഹിമിലേക്ക് പോകുന്നതിന് ഇവിടെ ആളുകൾ ഇവിടുത്തെ ഗവൺമെൻറ് ആണെന്ന് തോന്നുന്നു ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് മൂപ്പര് പോയിട്ട് അത് എടുത്തു മാറ്റണം. എന്തെല്ലാം കഥയാണ് ഇത്. എന്നിട്ട് എന്തോ ലോക്ക് ചെയ്യണം. അന്ന് താക്കോലുകൊണ്ട് ലോക്ക് ചെയ്യണം മൂപ്പര്. ഓ, മൂപ്പരെടുത്ത് ഇതിന് താക്കോലുണ്ട്. താക്കോലുള്ള ആൾക്ക് മാത്രമേ കയറാൻ പറ്റൂ, അല്ലാണ്ട് കയറൂല. ഇപ്പം നമ്മൾ കണ്ട VIP ഇല്ല, അത് ഇറാഖിലെ പ്രസിഡന്റാണ്. മൂപ്പര കൂടെ വന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം തുറന്ന്, പിന്നെ ഇവരിവിടെ താമസിക്കുന്ന ആളുകളുടെ ചുറ്റടുത്ത്, അതുകൊണ്ട് ഇവർക്ക് അത് നോക്കാൻ പറ്റും. ഇവർ താക്കോലുകൊണ്ട് തുറന്ന് ഇനിയിപ്പോൾ പൂട്ടണം പോയിട്ട്. അള്ളാന്റെ ബലാ ഇറങ്ങിയ നാടായത്. ഇതാണ് ഇറാഖിലെ സുഖുറത്ത് കാണുന്ന അമ്പലം. അങ്ങനെ ഞാനിവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും ഇതൊരു തീരെ ഒരു നിൽക്കാൻ തോന്നാത്ത ഒരു സെയിം സ്ഥലമാണ്. അതായത് നമ്മൾ സൗദി അറേബ്യയിൽ അല്ലൂലേ പോയില്ലേ, അതേ ഒരു അവസ്ഥയാണ്. ഒരു വല്ലാത്തൊരു മൂടിക്കെട്ടിയ പോലത്തെ. ശരിക്കും ഈ ബലാഗ് ഇറങ്ങിയെടുത്ത് നമുക്ക് നിൽക്കാൻ തീരെ മനസ്സുണ്ടാവില്ല. അങ്ങനെ ഞാൻ അൽ നാസറിയിൽ നിന്ന് വിട്ട് നമ്മൾ നേരെ ബാബിലോണിലേക്ക്. ആയാലും നമ്മൾ ഇത് തൂക്കുന്നല്ല ഇവിടെ. കുറച്ച് മറിഞ്ഞ് എൻ്റെ പെയിൻറ്റിൽ കുറച്ച് മറിഞ്ഞ് നോക്കാം. ഇത് സാമ്പാർ പോലെ തന്നെ ഉണ്ട് കാണാൻ. സാമ്പാർ എങ്ങനെയാണിത്, പ്രത്യേകിച്ചൊരു മണമൊന്നുമില്ല. ഇതാണ്ടാ വലിയ പുതപ്പ് പോലത്തെ ആയിരിക്കും ഇവരെ കുബൂസ്. ഇതൊന്നെടുത്ത് പുറത്ത് കാണിക്കണമെങ്കിൽ 2 ദിവസം എടുക്കും. ഇതെത്ര ഇത് 10 എണ്ണം. ഓഫ്, ഇതാ ഇത്ര വണ്ണുണ്ട്. വലിയ പുതപ്പ് പോലത്തെ കുബൂസ്. മൈദിയ സാധനം. ഇതിനെക്കാട്ടിയാണ് നമ്മുടെ നാട്ടിലെ പൊറോട്ട തന്നെ. ഒന്നുമില്ലെങ്കിൽ അടിച്ച് പൊന്തിച്ചിട്ട് തിന്നാനെങ്കിൽ രസമുണ്ട്. വണ്ടിയെല്ലാം ഇട്ട പൊക്ക പോകുന്ന ഓരോ വണ്ടി പോകുമ്പോൾ വണ്ടി കുലുങ്ങുന്നു. ഈ പൊതുപ്പ് പോലത്തെ കുബൂസ് ഇവർ തിന്നുന്നവരൊക്കെ. ഇതാണെങ്കിൽ മൈദ ആയതുകൊണ്ട് പിടിച്ചിട്ടും കടിച്ചിട്ടും വരുന്നില്ല. ഈ സാധനം തുറന്നാലാണ് മേത്ത് മറിയുകയും ചെയ്യും. ഇവിടെ അത്യാവശ്യം മരലുണ്ടല്ലോ. നമ്മൾ ഒരു 20 മിനിറ്റ് കൊണ്ട് എത്തും.
ഇവിടെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനേ. Hello. Yeah, من وين؟ I need one picture. Where are you from? India. ها؟ India. ايه؟ والله مع ويلكم ويلكم. شكرا. مبينين. فوق فوق. اوه ويت معود سولفوني وياي معود. No, I can make. Okay, no problem. 5 minutes again. Come. 25,000 ഇറാഖിയാണ്. How much? 25,000 Iraqi Indian money. How much? He's in Iraqi $20. $20. ആ $20 എന്ന് പറയുമ്പോൾ $10. ആ 1,600 ഒരാൾ ടിക്കറ്റ്. ഇതാണ് ബാബിലോൺ കൊട്ടാരം. ബാബിലോൺ കൊട്ടാരം പിന്നെ ഇബ്രാഹിം നബിക്ക് മുന്നേ ഉള്ള ഒരു രാജാവിന്റെ കൊട്ടാരമാണ്. ഇവിടെ ഗ്രാജുവേഷൻ കിട്ടിയാൽ ഭയങ്കര ആഘോഷമാണ്. അവളെ ഗ്രാജുവേഷൻ ആഘോഷിക്കുന്നുണ്ട്. ഇറാഖിലുള്ള ബാബിലോണിൽ നമ്മളിപ്പോൾ ഉള്ളത്. ബാബിലോണിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് നമ്രൂദിൻ്റെ കൊട്ടാരം ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് കയറുന്നിടത്ത് നമ്മൾ കാണുന്നത് സ്ട്രീറ്റ് ഓഫ് പ്രൊസഷൻ എന്നാണ്. അതായത് നെബു ടെമ്പിൾ ആൻഡ് ദ സിക്കുറാത്ത് ഏരിയ ടു ദ മർദുഖ് ടെമ്പിൾ ഇറ്റ് വാസ് റീബിൽഡ് ഓൺ ഹയർ ലെവൽസ് ബൈ നെബുറ്റേഴ്സ്. അതായത് പണ്ടത്തെ ആളുകൾ വിമ്പാട് നടത്തിയിട്ടുള്ള, അപ്പോൾ അതിൻ്റെ സ്ഥലമാണ് ഈ കാണുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത കവാടങ്ങളുള്ള അതിഭീകരമായ കൊട്ടാരമായിരുന്നു നമ്രൂദിൻ്റേത്. അക്കാലത്ത് ആളുകൾ ആരാധിച്ചിരുന്നത് ബിംബങ്ങളായിരുന്നു. ഇബ്രാഹിം നബി ബിംബങ്ങളെയല്ല അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയ ഒരാളാണ്. അപ്പോൾ നമ്രൂദുമായി വാദപ്രതിവാദം നടത്തിയതും ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. പക്ഷേ ഇന്നും അതെവിടെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. നശിച്ചു പോയ കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കത് പോയിട്ട് കാണാം. നമ്രൂദിൻ്റെ കൊട്ടാരത്തിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി എത്രയോ ഭാഗങ്ങൾ നശിച്ചു പോയി. അതിലുള്ളതിൽ ഇവരെ കുറച്ച് സംരക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അതായത് വലിയൊരു ശിക്ഷ മുഖേനയാണ് നമ്രൂദിൻ്റെ കൂട്ടാളികളും മരണപ്പെടുന്നത്. അതിനുശേഷം ഇത് ആർക്കിയോളജി കണ്ടുപിടിക്കലും പിന്നെ ഇതുപോലെ ആക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് എത്രത്തോളം വണ്ണമാണെന്ന് ഒരിക്കലും എണ്ണാൻ കഴിയുന്നില്ല. അത്രക്കും വീതിയിൽ പരന്ന് കിടക്കുന്നതാണ് ഈ ഒരു കൊട്ടാരം. അത് സദ്ദാമിൻ്റെ കോട്ടയാണ്. ഇറാഖിൻ്റെ പ്രസിഡൻ്റായ സദ്ദാം ഹുസൈൻ്റെ കോട്ട. കാലങ്ങൾക്ക് മുമ്പേ എത്ര നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത കാലത്തിന് മുമ്പുള്ളതാണ് ഈ നമ്രൂദിൻ്റെ ഈ കൊട്ടാരം. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളതൊന്നും ശരിക്കും മര്യാദയ്ക്കില്ല. അത് ഗവൺമെൻറ് അതിന് ശേഷം അതിന് റിനോവേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം കാണുന്ന കല്ലെല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ്ട ഇതും നമ്രൂദിൻ്റെ. ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ആണ് ഇബ്രാഹിം നബിനെ തീയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തീക്കുണ്ടം എന്ന് പറയുന്നത്. പക്ഷെ അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഈ ഒരു വലിയ ഏക്കർ കണക്കിന് കാണുന്ന നമ്രൂദിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലത്താണെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഓരോ ഗോപുരമാണ്. അതായത് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഓരോ ചെറിയ ചെറിയ റൂമുകളാണ്. പക്ഷെ നമുക്കതൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ പൊട്ടിയ ഭാഗത്തിൻ്റെ അടിത്തറ മാത്രമേ ഇപ്പം നമുക്ക് കാണാൻ പറ്റുള്ളൂ. നടന്ന് കാണാൻ തന്നെ ഉണ്ട് കുറേ. നമ്മൾ ഓരോരോ രാജ്യത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രം നമ്മൾ ഓരോ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ പലതും നമുക്ക് കണ്ട് മഴ പെയ്തിട്ട് അങ്ങനെ നനഞ്ഞു പോയി. അപ്പോൾ ഇതാണ്ട ഇതെല്ലാം പൊട്ടിയതിൻ്റെ അവശേഷിക്കുന്നതിൻ്റെ ബാക്കിയാണ്. BC 2000 ഇന്നത്തെ ഇറാഖിലെ ബാബിലോണിയയിലാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ഏറ്റവും പുരാതനമായ പട്ടണമാണ് ബാബിലോൺ. സ്വയം ദൈവമെന്ന് അഹങ്കരിച്ച മെസപ്പൊട്ടോമിയൻ സാമ്രാജ്യമായ നമ്രൂദിൻ്റെ ലോകം.
സ്വർഗത്തിന്റെ ദേവനായ അനു, വെള്ളത്തിന്റെ ദേവനായ എങ്കി, വായുവിന്റെയും കാറ്റിന്റെയും ദേവനായ എല്ലിലായിരുന്നു അവരുടെ ബിംബങ്ങൾ. ദിവസവും യാഗങ്ങൾ ചെയ്തും സ്തുതിഗീതങ്ങൾ പാടിയും സ്വയം ദൈവമായി അഹങ്കരിച്ച നമ്രൂദിനോട് തന്റെ ശക്തിയെ വെല്ലുവിളിക്കാൻ ഒരു കുട്ടി ജനിക്കുമെന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞിരുന്നു അത്രേ. ആയിടയ്ക്ക് ഇബ്രാഹിം നബിയുടെ കുടുംബം അവിടെ എത്തുകയും ബാബിലോൺ പട്ടണത്തിൽ താമസമാക്കുകയും ചെയ്തു. അക്കാലത്തെ ആളുകൾക്ക് ബിംബങ്ങൾ നിർമ്മിച്ചു നൽകലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതാവിന്റെ ജോലി. അഹങ്കാരിയായ നമ്രൂദിനോട് നിരന്തരം ഇബ്രാഹിം നബി ദൈവവിശ്വാസത്തെ ചൊല്ലി തർക്കമുണ്ടാക്കി. ബിംബങ്ങളെല്ലാം തച്ചുടച്ചു. തുടർന്ന് ഇബ്രാഹിം നബിയെ ചുട്ടുകൊല്ലണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുകയും നമ്രൂദ് വലിയൊരു തീക്കുണ്ടത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ എറിയുകയും ചെയ്തു. ഒരു പോറിൽ പോലും ഏൽക്കാത്ത നബിയെ ആളുകൾ അംഗീകരിക്കുകയും ഏകദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. അതോടെ അഹങ്കാരിയായ നമ്രൂദിനെ ആളുകൾ അവിശ്വസിച്ചു. ഒരു കൊതുകിലൂടെ ആയിരുന്നു അള്ളാഹു നമ്രൂദിന് ശിക്ഷ നൽകിയത്. മൂക്കിലൂടെ അകത്തു കയറിയ കൊതുക് തലച്ചോർ തിന്ന് തീർക്കുകയും അതിലൂടെ തല പൊട്ടി മരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അന്നത്തെ കാലത്തെ എന്ന് പറയപ്പെടുന്ന ഒരു പ്രതിമയാണ് നമുക്ക് മുന്നിലുള്ളത്. ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒരു വലിയ സാമ്രാജ്യം എങ്ങനെ ഇല്ലാതാക്കി എന്നുള്ളതാണ് ബാബിലോൺ നമുക്ക് കാണിച്ചു തരുന്ന പാഠങ്ങൾ. ഖുർആനിക ഇസ്ലാമിക ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണ് കൂടിയാണ് ഇറാഖ്. ചരിത്രങ്ങൾ തേടിയുള്ള എൻ്റെ യാത്ര വീണ്ടും ഇറാഖിലെ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു.